ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി നമ്മുടെ പോർട്ടിൽ, അതായത് ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി നമ്മുടെ പോർട്ടിൽ വരുന്ന മറിയൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പാണ്. വളരെ സാവധാനം നമുക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതാ ഗോഡ്സ് ഓൺ കൺട്രിയുടെ പച്ചപ്പും ആ ഒരു മനോഹാരിതയിൽ നിന്നും മറിയൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ ഷിപ്പ് ഇപ്പോൾ വന്നത്. ഇത് ഇന്നലെയും മെനഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു രാത്രി വന്ന് ആങ്കറിലായതാണ്. ഇന്നലെ പോർട്ടിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പ് പോയതിനു ശേഷമാണ് മറിയൻ അസൂർ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി വരുന്ന ഷിപ്പ്. ആദ്യ കണ്ടെയ്നർ ഷിപ്പ് സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് മറിയൻ അസൂർ നമ്മുടെ പോർട്ടിലേക്ക് ഇതാ വരുന്നത്. കണ്ടെയ്നറുമായിട്ട് പോകാനായിരിക്കും ഈ ഷിപ്പ് വരുന്നത്. ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് ഷിപ്പ് എന്ന ബഹുമതിയും നമ്മുടെ ഈ മറിയൻ അസൂറിന് ലഭിക്കും. വളരെ സാവധാനം തിരമാലകളെ കീറി മുറിച്ച് മുന്നേറുന്ന മറിയൻ അസൂറിനെ നമുക്ക് വളരെ മുന്നിൽ കാണാം. നമ്മുടെ മുന്നിൽ കൂടെ തന്നെയാണ് ഷിപ്പ് കടന്നു പോകുന്നത്. ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഡോൾഫിൻ 35, ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗ് ബോട്ടുകളുണ്ട്. നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഡോൾഫിൻ 28 എന്ന് പറയുന്ന ടഗ് ബോട്ടുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ വലിയ തിരമാല തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. കാരണം ഈ ഭാഗത്ത് നമുക്ക് ബ്രേക്ക് വാട്ടറില്ല. വളരെ വ്യക്തമായിട്ട് തിരമാലയുടെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു മഴയുമുണ്ട്. എന്നാലും സന്തോഷത്തിൻ്റെ അലയടികൾ വളരെ ഭംഗിയായിട്ട് ആഞ്ഞടിക്കുന്ന തിരമാല പോലെ സന്തോഷത്തിൻ്റെ അലയടികളായിട്ടാണ് നമ്മൾ വിഴിഞ്ഞംകാർ, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ, അല്ലെങ്കിൽ മലയാളികൾ ഇതിനെ ആഘോഷിക്കുന്നത്. രണ്ടാമത്തെ കപ്പലും വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച, ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ച. ഇനി ധാരാളം ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നതായിരിക്കും. രണ്ടാമത്തെ ഷിപ്പും ട്രാൻസ്ഷിപ്മെൻ്റായി വരുന്ന ആദ്യ ഷിപ്പും എന്ന ബഹുമതിയും ഈ പറയുന്ന മറിയൻ അസൂറിന് ലഭിക്കും. ധാരാളം കണ്ടെയ്നറുമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് മറിയൻ അസൂർ വരുന്നത്. മറിയൻ അസൂറിൻ്റെ നീളമാകട്ടെ 250 മീറ്ററാണ് ഇതിൻ്റെ നീളം. ബെർത്ത് വന്ന് 37.4 മീറ്റർ, ഡെപ്ത് 22.1 മീറ്റർ, ഡ്രാഫ്റ്റ് ആവട്ടെ മാക്സിമം ഡ്രാഫ്റ്റ് 14 മീറ്ററാണ്. ഇപ്പോഴുള്ള നിലവിലുള്ള ഡ്രാഫ്റ്റ് 10 മീറ്ററാണ്. 20 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് നമ്മുടെ മറിയൻ അസൂർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫിലിപ്പിനോ രാജ്യത്തിലുള്ളവരുണ്ട്, കൊറിയൻ രാജ്യത്തിലുള്ളവരുണ്ട്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TUV കപ്പാസിറ്റിയുള്ള കപ്പലാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ആവട്ടെ 10 മീറ്ററാണ്. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ മറിയൻ അസൂർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വളരെ ഭംഗിയായ കാഴ്ച. ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി വിഴിഞ്ഞത്തെത്തുന്ന ബഹുമതിയും ഈ പറയുന്ന മറിയൻ അസൂറിനുണ്ട്. നമ്മുടെ നേരത്തെ പോയ സാൻ ഫെർണാണ്ടോയെ അപേക്ഷിച്ച് 50 മീറ്റർ അല്ലെങ്കിൽ 49.9 മീറ്റർ, 49 മീറ്റർ നീളക്കുറവുള്ള ഷിപ്പാണ് മറിയൻ അസൂർ. എന്നാലും എനിക്ക് തോന്നുന്നു കാണാൻ ഭംഗി മറിയൻ അസൂറിനാണ്. വളരെ ഭംഗിയാണ് ഷിപ്പിനെ കാണാൻ. മഴയായിട്ട് കൂടി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അതിന് കാരണം. ആദ്യമായി വരുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ഹബിനെ ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ ആദ്യമായി വരുന്ന ട്രാൻസ്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറിയൻ അസൂറിനെ ഒരു നോക്ക് കാണാൻ വന്നതാണ് ഞാൻ. കാരണം ഈ ഷിപ്പ് ട്രാക്ക് ചെയ്ത് നമ്മൾ വിഴിഞ്ഞം പോർട്ട് വരെ എത്തിച്ചു. ആ ഷിപ്പ് നേരെ കാണുമ്പോൾ, അതായത് നമ്മൾ ട്രാക്ക് ചെയ്ത ഷിപ്പ് മുന്നിൽ കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ്. എനിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും കാണും. കാരണം ഞാൻ ട്രാക്ക് ചെയ്ത് ഡീറ്റെയിൽ അയക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനാണ്. അവർക്ക് ഷിപ്പ് മുന്നിൽ കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒഴുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ സാവധാനം നീങ്ങുന്ന മറിയൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പിനെ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും.
നമ്മുടെ മുന്നിലൂടെ സാവധാനം വരും ഷിപ്പ്. 2 ടഗ് ബോട്ടുകളാണ് ഇപ്പോൾ ഷിപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു മഴ ഇപ്പോൾ നിലവിലിവിടെയുണ്ട്. ആ മഴയൊന്നും വകവയ്ക്കാതെ തിരമാലയെ കീറി മുറിച്ച് മുന്നേറുന്ന മരിയൻ അസൂറിനെ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ സ്വപ്നം കണ്ട ആ സ്വപ്ന ലോകത്തിലേക്ക് ഷിപ്പ് പാഞ്ഞെടുക്കുന്നു. ആദ്യ കണ്ടെയ്നർ ഷിപ്പിന് വലിയൊരു സ്വീകരണമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. ഇത് 2ാമത് വരുന്ന ഷിപ്പാണ്. ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് ആദ്യം വരുന്ന ഷിപ്പും കണ്ടെയ്നർ ഷിപ്പിന്റെ ഭാഗമായിട്ട് 2ാമത് വരുന്ന ഷിപ്പുമാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മരിയൻ അസൂർ. വളരെ ഭംഗിയാണ് ഷിപ്പ് ഒഴുകി നീങ്ങുന്ന കാണാൻ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക്. മാസ്കിന്റെ കണ്ടെയ്നറുകൾ ധാരാളം നമുക്കിതിൽ കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും വിഴിഞ്ഞത്തെത്തും എന്നാണ് അറിയിച്ചത്. കറക്റ്റ് ഡേറ്റ് ആയിട്ടില്ല, ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനിയും ധാരാളം ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ആങ്കറിലേക്ക് വരുന്നതായിരിക്കും. വളരെ സാവധാനം നീങ്ങുന്ന മരിയൻ അസൂറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് തൊട്ട് മുന്നിൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. വളരെ അടുത്തെത്തിയിരിക്കുന്നു മരിയൻ അസൂർ. ഇപ്പോൾ തന്നെ നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതായിരിക്കും. ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ഞാനും അത് കാണാൻ തന്നെയാണ് വന്നത്. പലപ്പോഴായി വീഡിയോ നമ്മുടെ അപ്ഡേഷൻ എടുക്കുമ്പോഴും ഷിപ്പ് വരുമ്പോഴും കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് എപ്പോഴും ഇവിടെ ഓടിയെത്തുന്നത്. ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആ സന്തോഷം പങ്കിടുന്നു. മനസ്സിനെ സന്തോഷം ജനിപ്പിക്കുന്ന വാർത്ത തന്നെയാണിത്. മരിയൻ അസൂർ ഇതാ നമ്മുടെ പോർട്ടിനകത്തോട്ട് ഇപ്പോൾ തന്നെ പ്രവേശിക്കുന്നതായിരിക്കും. ആ ഒരു സന്തോഷ നിമിഷം. വളരെ സാവധാനമാണ് മരിയൻ അസൂർ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചിട്ടില്ല. നമ്മുടെ മുന്നിലോട്ട് നീങ്ങുന്ന, നമ്മുടെ മുന്നിലൂടെ ഒഴുകി നീങ്ങുന്ന മരിയൻ അസൂറിനെ നമുക്ക് കാണാൻ സാധിക്കും. ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് ആദ്യമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലെത്തിയ മരിയൻ അസൂറിനെ നമുക്ക് കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകളുടെ കഷ്ടപ്പാടും പ്രാർത്ഥനയും കൊണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലേക്ക് ധാരാളം ഷിപ്പുകൾ ഒഴുകിയെത്തും. പലരുടെയും മോഹവും അവരുടെ സ്വപ്നവുമായിരുന്നു ഇങ്ങനെ ധാരാളം കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലെത്തുക എന്നുള്ളത്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 10 നോട്ടിക്കൽ മേൽ ആയത് കാരണം, അതായത് വിഴിഞ്ഞം പോർട്ടും ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചാനൽ തമ്മിൽ 10 നോട്ടിക്കൽ മേൽ അകലെ ആയത് കാരണം ഇവിടെ നിന്നാൽ തന്നെ ചെറിയ രീതിയിൽ കണ്ടെയ്നർ ഷിപ്പ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ ഷിപ്പ്, അതുപോലുള്ള ധാരാളം ഷിപ്പുകൾ നമ്മുടെ കൺമുന്നിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്ത് അടുക്കുമ്പോഴുള്ള അഭിമാന നിമിഷം അഭിമാനകരം തന്നെ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പോർട്ടിനകത്തോട്ട് മരിയൻ അസൂർ കടക്കാൻ ശ്രമിക്കുന്നു. അത് നമ്മൾ പോർട്ടിനകത്തോട്ട് കയറിയിരിക്കുന്നു. ഇപ്പോഴാണ് പോർട്ടിനകത്തോട്ട് നമ്മുടെ മരിയൻ അസൂർ കടന്നിരിക്കുന്നത്. വളരെ അടുത്തു നിന്നുള്ള മനോഹര ദൃശ്യമാണ് നമ്മുടെ കാണുന്നത്. മരിയൻ അസൂർ ഷിപ്പ് പോർട്ടിനകത്ത് കടന്നിരിക്കുന്നു. ധാരാളം കണ്ടെയ്നർ ഇതിൽ തന്നെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടെയ്നർ കപ്പാസിറ്റി, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TU ആണ്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇനി ധാരാളം ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ആദ്യ കണ്ടെയ്നർ ഷിപ്പ് സാൻ ഫെർണാണ്ടോ വന്നതിന് ശേഷം ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വരുന്ന ആദ്യ ഷിപ്പാണ് മരിയൻ അസൂർ. ഈ 2 ഷിപ്പിനും പ്രത്യേകതകളുണ്ട്. കാരണം ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് ഷിപ്പാണ്, ട്രാൻസ്ഷിപ്മെന്റ് ആവശ്യമായിട്ടുള്ള ഷിപ്പാണ് വിഴിഞ്ഞത്തെടുത്തിട്ടുള്ളത്. ഇനിയും ധാരാളം ഷിപ്പ് വരും. പക്ഷേ ഈ 2 ഷിപ്പിനെയും നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല.
അത്ര മനോഹരമായ കാഴ്ച തന്നെയാണ്. മരിയ നസൂർ നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പോർട്ടിലെ പൈലറ്റാണ് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ സാൻ ഫെർണാണ്ടോയെ പോർട്ടിന് പുറത്ത് കൊണ്ട് ആക്കിയിട്ട് അടുത്ത് നമ്മുടെ മരിയ നസൂറിനെ പോർട്ടിനകത്തേക്ക് പ്രവേശിച്ചതും നമ്മുടെ സ്വന്തം പൈലറ്റായ തുഷാർ, അദ്ദേഹത്തിൻ്റെ ബിഗ് സല്യൂട്ട്. അദ്ദേഹമാണ് ഈ ഷിപ്പും നമ്മൾ ഈ കാണുന്ന ബെർത്തിലേക്ക് അടുപ്പിക്കാൻ പോകുന്നത്. വലിയ നല്ല തിരമാലകളാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ തിരമാലകൾ തന്നെ എന്ന് പറയേണ്ടി വരും. കണ്ടോ, ചെറിയൊരു മഴയും തിരമാലയുമുണ്ട്. എന്നാലും അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ട്രാൻസ്ഷിപ്പിൻ്റെ ഭാഗമായിട്ടെത്തിയ കപ്പലിനെ കാണാൻ തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഞാനും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരിക്കലും മടുക്കാത്തയും പറഞ്ഞാൽ മടുപ്പിക്കാത്തതുമായിട്ടുള്ള വളരെ മനോഹരമായ കാഴ്ച. നമ്മൾ ഈ കാണുന്ന 8 STS ക്രെയിനുകൾ തലയുയർത്തി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ നമ്മുടെ സാൻ ഫെർണാണ്ടോ വന്നതുപോലെ തന്നെയാണ് ഈ മരിയ നസൂർ വരുന്നത്. എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് നമ്മുടെ ഈ പറഞ്ഞ ബെർത്ത്, നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലൂടെ ചേർത്തിട്ടാണ് ഷിപ്പ് പോകുന്നത്. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് പോകുന്നത്. ഇനി സാൻ ഫെർണാണ്ടോ തിരിഞ്ഞതുപോലെ അവിടെ നിന്ന് തിരിയുമോ എന്നറിയില്ല. ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മുടെ മരിയ നസൂറും നമ്മുടെ ബെർത്തിലേക്ക് മൂറിങ്ങിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഷിപ്പിനെ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒറ്റ ഫ്രെയിമിൽ തന്നെ വളരെ മനോഹരമായി കാണാൻ സാധിക്കും. മേഴ്സ്കിന്റെ കണ്ടെയ്നറാണ് ധാരാളമായിട്ടുള്ളത്. അതും നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടെയ്നർ കപ്പാസിറ്റി 4550 TU ആണ് നമ്മുടെ ഈ ഷിപ്പിന്റെ കണ്ടെയ്നർ കപ്പാസിറ്റി, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി. ഇപ്പോൾ ഡ്രാഫ്റ്റിലായിട്ടുള്ളത് 10 മീറ്ററാണ്. മാക്സിമം ഡ്രാഫ്റ്റിംഗ് കപ്പാസിറ്റി 14 മീറ്ററാണ്. ഷിപ്പിന്റെ ലെന്ത് 250 മീറ്ററാണ്. ആവട്ടെ 37.4 മീറ്ററും ഡെപ്ത് ആവട്ടെ 22.1 മീറ്റർ. ഡ്രാഫ്റ്റ് മാക്സിമം 14 മീറ്ററും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 10 മീറ്ററിലുമാണ്. വളരെ മനോഹരമായ നിമിഷം തന്നെയാണ്. നമ്മൾ വളരെ ദൂരെയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഷിപ്പുകൾ ഓരോന്നായിട്ട് നമ്മുടെ പോർട്ടിലെടുത്തിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ് മരിയ നസൂർ പോർട്ടിലേക്ക് നീങ്ങുന്നത്. ആ കാഴ്ച വളരെ ഗംഭീരം തന്നെയാണ്. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ മഴയെന്നോ വെയിലെന്നോ വകവയ്ക്കാതെ നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 2 കാരണങ്ങളുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട കാരണം. ഒന്ന്, അത് എനിക്കും കാണാൻ പറ്റും. എനിക്കും വളരെ ആഗ്രഹമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഷിപ്പ് അടുക്കുന്നതും ആ ഒരു കാഴ്ചയും. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതുമാത്രമല്ല, അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു കുതിപ്പിൻ്റെ പ്രചോദനം എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സപ്പോർട്ട് ലൈക്കായും കമൻ്റായും ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഷിപ്പ് വളരെ സാവധാനം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലോട്ട് നീങ്ങുവാണ്. അവിടെ നിന്നും ഷിപ്പ് തിരിയാൻ വേണ്ടിയായിരിക്കും അങ്ങനെ നീങ്ങുന്നത്. വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. ഇനി പോകേണ്ടതാവട്ടെ ആ ഒരു സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന STS ക്രെയിൻ, നേരത്തെ നിന്ന് STS ക്രെയിൻ 4 STS ക്രെയിൻ നിന്ന സ്ഥലത്ത് ആ 4 STS മാറ്റി നിന്ന സ്ഥലത്തേക്കാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന മരിയ നസൂർ, അതായത് സാൻ ഫെർണാണ്ടോ നിന്ന സ്ഥലത്തേക്കാണ് മരിയ നസൂറും പോകുന്നത്. STS ക്രെയിൻ്റെ ബൂമുകളെല്ലാം ഉയർത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ 5 STS ക്രെയിൻ ഒരു ഭാഗത്തും 3 STS ക്രെയിൻ മറുഭാഗത്തുമായി നിർത്തിയിരിക്കുന്നു കാണാൻ സാധിക്കും. ആ ഭാഗത്താണ് അത് 3 STS ക്രെയിൻ ഒരു സെറ്റും 5 STS ക്രെയിൻ വേറൊരു സെറ്റും, അതായത് 8 STS ക്രെയിനാണുള്ളത്. ആ 3 STS ക്രെയിൻ്റെ ബൂം ഉയർത്തി വെച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മുടെ മരിയ നസൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനം പോകുന്നു. അതുമാത്രമല്ല, ടഗ് ബോട്ടിൽ
നമ്മുടെ ഹെവി റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഷിപ്പ് വളരെ സാവധാനത്തിൽ നമ്മുടെ ബർത്തിലേക്ക് വരുന്നതിന് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ കൂടി സാവധാനത്തിൽ നീങ്ങുന്ന മരിയൻ അസൂറിനെ കാണാൻ പറ്റും. വളരെ മനോഹരമായ കാഴ്ച. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിൽ ആദ്യമായി എത്തിയ കണ്ടെയ്നർ ഷിപ്പാണ് നമ്മളീ കാണുന്നത്. മരീൻ അസൂർ. ഈ ഷിപ്പിനെ ടഗ് ബോട്ടുകൾ പ്രഷർ ചെയ്ത് നമ്മൾ ഈ പറയുന്ന ബർത്തിലേക്ക് അടുപ്പിക്കുന്ന ആ കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. സാൻ ബെർണാണ്ടോ വന്നപ്പോൾ നമ്മൾ ബർത്തിൽ അടുപ്പിക്കുന്ന കാഴ്ച വളരെ ദൂരെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുത്ത് വന്നിരിക്കുന്നു. നമ്മുടെ മരീൻ അസൂറിനെ ടഗ് ബോട്ടുകളായ ടഗ് ബോട്ട് ഡോൾഫിൻ 27, ഡോൾഫിൻ 35, ഡോൾഫിൻ 28 എന്നീ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ നമ്മുടെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ സാവധാനത്തിലാണ് പുഷ് ചെയ്ത് നമ്മുടെ ബർത്തിലേക്ക് അടുപ്പിക്കുന്നത്. അതായത് ഒരു ദിവസം തന്നെ മണിക്കൂറുകൾക്കകം സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് പോയതിനു ശേഷം മിനിറ്റുകൾക്കകം തന്നെ അടുത്ത ഷിപ്പ് നമ്മുടെ പോർട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ടെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിലേക്ക് ഷിപ്പുകളുടെ നിരനിരയായി നമ്മുടെ പെർമിഷൻ ആവശ്യമായിട്ട്, അതായത് പോർട്ടിനകത്ത് കയറേണ്ട പെർമിഷൻ ആവശ്യമായിട്ടുള്ള ധാരാളം ഷിപ്പുകൾ നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ മരീൻ അസൂർ. വളരെ സാവധാനമാണ് ഇപ്പോൾ നീങ്ങുന്നത്. നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ ബർത്താവട്ടെ അതായത് തൊട്ടടുത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നമ്മുടെ സാൻ ബെർണാണ്ടോയിൽ വന്ന കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്ത് യാർഡിൽ വെച്ചിരിക്കുന്നത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ സാവധാനത്തിലാണ് നമ്മുടെ മരീൻ അസൂറിനെ നമ്മുടെ ടഗ് ബോട്ടുകൾ പുഷ് ചെയ്ത് ഈ പറയുന്ന ബർത്തിലേക്ക് അടുപ്പിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മളീ കാണുന്നത്. 250 മീറ്റർ നീളമുള്ള ഷിപ്പിന് 37 മീറ്ററാണ് ബെർത്ത് വരുന്നത്. ഡെപ്ത് ആവട്ടെ 22.1, ഡ്രാഫ്റ്റ് ആവട്ടെ 14 മീറ്ററാണ്. പക്ഷേ ഇപ്പോൾ ഡ്രാഫ്റ്റിലുള്ളത് 10 മീറ്ററാണ്. 20 ക്രൂ മെമ്പേഴ്സാണ് ഇതിലുള്ളത്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TUV. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കണ്ടെയ്നർ ഷിപ്പ് കണ്ടപ്പോൾ ഏതാണ്ട് ഷിപ്പ് ഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് കണ്ടെയ്നറായിരിക്കും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത്. കൊളംബോ പോർട്ടിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്ഷിപ്പിൻ്റെ ആവശ്യമായിട്ടുള്ള ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെത്തിയത്. മരീൻ അസൂർ ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ അടുത്തോട്ട് ചേർന്നെത്തിയിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ബെർത്തും ഷിപ്പും തമ്മിൽ അകലം കുറഞ്ഞിരിക്കുന്നു. വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഷിപ്പും ബെർത്തും തമ്മിലുള്ളത്. വളരെ സാവധാനം ബെർത്തിലോട്ട് അടുപ്പിക്കുന്ന ടഗ് ബോട്ടുകളെയും ബെർത്തിലോട്ട് അടുക്കുന്ന ഷിപ്പിനെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ടഗ് ബോട്ടിൻ്റെ പ്രഷർ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. മരീൻ അസൂർ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഫ്ലാഗ് പനാമയുടെയാണ്. ടഗ് ബോട്ട് പുഷ് ചെയ്യുന്നതും ഷിപ്പ് നീങ്ങുന്നതും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വളരെ ദൂരെയായി നമ്മൾ കണ്ട കണ്ടെയ്നർ ഷിപ്പ് നമ്മുടെ പോർട്ടിലെടുത്തപ്പോൾ ഉള്ള സന്തോഷം അത് വളരെ വളരെ സന്തോഷം തന്നെയാണ്. വളരെ സാവധാനത്തിലാണ് ഷിപ്പിനെ നീക്കുന്നത്. വളരെ സാവധാനത്തിൽ. വ്യക്തമായിട്ട് കാണാൻ സാധിക്കും വളരെ സാവധാനത്തിൽ നീങ്ങുന്നത്.
ഇപ്പോൾ നമ്മുടെ ബെർത്ത് അടുത്തിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. വിഴിഞ്ഞം പോർട്ടിൽ ആദ്യമായി എത്തിയ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി എത്തിയ കണ്ടെയ്നർ ഷിപ്പാണ് നമ്മളീ കാണുന്നത്. ആദ്യമെത്തിയ കണ്ടെയ്നർ ഷിപ്പാവട്ടെ സാൻ ബെർണാണ്ടോ. രണ്ടാമത്തെ എത്തിയത് മരീൻ അസൂർ. പക്ഷേ ആദ്യമെത്തിയ ട്രാൻസ്ഷിപ്മെൻ്റ് ഷിപ്പാവട്ടെ അത് മരീൻ അസൂറിൻ്റെ സ്വന്തം. വളരെ സാവധാനത്തിൽ പുഷ് ചെയ്തിട്ടാണ് മരീൻ അസൂറിനെ നമ്മൾ ഈ കാണുന്ന ബെർത്തിനടുത്തോട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെർത്തും നമ്മുടെ ഷിപ്പും തമ്മിൽ അടുത്തിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും, അടുത്തിരിക്കുന്നു. ആ ഒരു കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. ഈ വീഡിയോ എടുക്കാൻ എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയണം. നേരത്തെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. പുതിയ വ്യൂ നമ്മൾ എപ്പോഴും കണ്ടെടുക്കുകയാണ്. ഒരു വ്യൂവിൽ നിന്നും മാത്രമല്ല, പല വ്യൂവിൽ നിന്നും വീഡിയോ എടുത്തിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഏറ്റവും അടുത്ത ഷിപ്പ് കാണുന്ന വിധത്തിലായിരിക്കും നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റുമാണ് നമ്മുടെ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഷിപ്പ് വളരെ സാവധാനമാണ് നീങ്ങുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്നത്. ടഗ് ബോട്ട് പുഷ് ചെയ്യുന്നതും നമുക്കിവിടെ നിന്നാൽ കാണാവുന്നതാണ്. വളരെ സാവധാനം നീങ്ങുന്ന മരീൻ അസൂർ. ബെർത്തുമായിട്ടുള്ള എന്ത് നമുക്ക് നോക്കാം. ബെർത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇനി ഇതുപോലുള്ള ധാരാളം കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ അടുക്കുന്നതായിരിക്കും. ഇപ്പോൾ അടുക്കുന്നതെല്ലാം ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടാണ്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രയൽ റണ്ണാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാൻ ബെർണാണ്ടോയും മരീൻ അസൂറും വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സാൻ ബെർണാണ്ടോ പോയി ഇപ്പോൾ രണ്ടാമത് വരുന്ന ഷിപ്പാണ് മരീൻ അസൂർ. ഇനിയും ഉടൻ തന്നെ വേറെ ഷിപ്പുകളുടെ ചാർട്ടിങ് നമുക്ക് നോക്കാം. തൊട്ടടുത്തുകൂടി ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ ഒരു ലോറി അയൺ റോഡ്സുമായിട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു കൺസ്ട്രക്ഷൻ പോർട്ടായത് കാരണം വളരെ സാവധാനം മാത്രമേ ഷിപ്പുകളെ നമ്മുടെ ബെർത്തിൽ അടുപ്പിക്കൂ. അതും വളരെ സൂക്ഷിച്ച്. അതിന് നമ്മുടെ പൈലറ്റിനെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. ഇപ്പോൾ ഷിപ്പ് വളരെ സാവധാനം നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു മോഡിന് ഒരു ന്യൂട്രൽ മോഡെന്നായിരിക്കും പറയുന്നത്. ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ബെർത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ഷിപ്പ് പൂർണ്ണമായിട്ടും ഓഫ് എന്ന് പറയുന്ന പൊസിഷനല്ല, ഒരു ന്യൂട്രൽ മോഡാണ്. അതിനൊരു പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വ്യക്തമായിട്ട് അറിയാവുന്നവർ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ ബെർത്തിൻ്റെ അടുത്തിരിക്കുന്നു. ഞാൻ സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ബെർത്തും ഷിപ്പും തമ്മിൽ അടുത്തിരിക്കുന്നു. അത്രത്തോളം സാവധാനത്തിലാണ് ഷിപ്പിനെ ബെർത്തിലോട് ചേർക്കുന്നത്. പക്ഷേ സാൻ ബെർണാഡോ ഷിപ്പിനെ നമ്മുടെ ബ്രേക്ക് വാട്ടർ സൈഡിലേക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടാണ് പുള്ളി ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇത് ബെർത്തിൻ്റെ സൈഡിലേക്ക് പുഷ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ബെർത്തിൻ്റെ സൈഡിലേക്ക് അത് പുഷ് ചെയ്യുള്ളൂ. വളരെ സാവധാനം മാത്രമേ ഷിപ്പ് നീങ്ങുകയുള്ളൂ. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മരീൻ അസൂർ ബെർത്തിലോട്ട് ചേർന്ന് വരുന്ന അപൂർവ കാഴ്ച. വളരെ സാവധാനം നീങ്ങുന്ന മരീൻ അസൂർ. വളരെ സാവധാനം. ഇങ്ങനെ തന്നെയായിരിക്കും ഓരോ ഷിപ്പും നമ്മുടെ പോർട്ടിലെത്തുന്നത്.
പക്ഷേ ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ വന്ന സമയത്ത് അതൊരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വന്ന ഷിപ്പുകളായതുകൊണ്ട് എങ്ങനെയാണോ വരുന്നത് ആ ലെവലിൽ ഷിപ്പ് വന്നു നിന്ന് ക്രെയിനുകൾ അൺലോഡ് ചെയ്തിട്ട് പോയി. പക്ഷേ കണ്ടെയ്നർ ഷിപ്പ് വരുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. കാരണം സാൻ ഫെർണാണ്ടോയും ഇതുപോലെ തന്നെയാണ് വന്നത്, മാർ നസൂറും അതുപോലെ തന്നെയാണ്. വളരെ സാവധാനത്തിൽ പോർട്ടിനടുത്തോട്ട് ചേർന്ന് വരുന്ന, പോർട്ടല്ല ബെർത്തിനടുത്തോട്ട് ചേർന്ന് വരുന്ന ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഷിപ്പിനെ. രണ്ട് ടഗ് ബോട്ടുകളുടെ പ്രഷർ കൊണ്ടാണ് നമ്മുടെ ഷിപ്പ് ബെർത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെർത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മളീ കാണുന്നത് ഷിപ്പ് ബെർത്തിന് പാരലായിട്ട് എത്തിയിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ്, വളരെ സൂക്ഷ്മതയോടും വളരെ സാവധാനത്തിലാണ് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പുകളെ ബെർത്തിലടുപ്പിക്കുന്നത്. വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ പുറത്തൊക്കെ തന്നെ നല്ല തിരമാലയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഈ ഭാഗത്തെല്ലാം തിരമാലകൾ ശക്തമായിട്ട് അടിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാം വലിയൊരു തിരമാലകളാണ്. നമ്മുടെ ഈ പറയുന്ന മറീൻ നസൂർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തൊക്കെ ഹെവി തിരമാലകൾ തന്നെയാണ്. മഴയുമുണ്ട്. പക്ഷേ ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം നമ്മുടെ പോർട്ടിനകത്തൊക്കെ തിരമാലകളില്ല, 100%ഇല്ല. ടഗ് ബോട്ടിൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ മറീൻ നസൂർ, പനാമ എന്ന ബാജിങ്ങും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ ബെർത്തുമായിട്ട് ഏതാണ്ട് അടുത്ത് വരുന്നു. വളരെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ബെർത്തുള്ളത്. ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു മനോഹര നിമിഷം ടഗ് ബോട്ടുകൾ പുഷ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, രണ്ട് ടഗ് ബോട്ടുകളും വളരെ വലിയ പുഷാണ് കൊടുക്കുന്നത് നമ്മുടെ ബെർത്തിലേക്ക് അടുപ്പിക്കാൻ, അതും സൂക്ഷ്മതയോടെ. $250 നീളമാണ് നമ്മുടെ മറീൻ നസൂറിനുള്ളത്. നമ്മുടെ സാൻ ഫെർണാണ്ടോ ആവട്ടെ 299.9 മീറ്റർ. പക്ഷേ ഡ്രാഫ്റ്റ് നമ്മുടെ ഈ പറയുന്ന മറീൻ നസൂറിന് വെറും 10 മീറ്റർ മാത്രമാണുള്ളത്. എന്നാൽ 18 മുതൽ 22 മീറ്റർ വരെ ഡെപ്താണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിനുള്ളത്. മറീൻ നസൂർ വളരെ സാവധാനം ബെർത്തിലേക്ക് ചേരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്ത് പറയുണ്ടായി, നമ്മുടെ STS ക്രെയിനുകൾ 4ഉം 5ഉം അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ബൂം ഉയർത്തി വെച്ചിരിക്കുന്ന 3 STS ക്രെയിനിൻ്റെ അണ്ടറിലാണ് നമ്മുടെ മറീൻ നസൂർ ചേർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക്
എല്ലാ STS ക്രെയിനും ഒരേപോലെ തോന്നാൻ കാരണം ഇപ്പോൾ ഞാൻ ബെർത്തിൻ്റെ പേരിലിരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വ്യത്യാസം എളുപ്പോൾ അറിയാൻ സാധിക്കില്ല. കപ്പൽ ബെർത്തിനോട് ചേരുമ്പോൾ STS ക്രെയിനിൻ്റെ അവിടെ ധാരാളം ലൈറ്റുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. കാണാൻ സാധിക്കും. മരീൻ അസൂർ ബെർത്തിങ് പൊസിഷനിലെത്താൻ പോകുന്നു. ഇനി വളരെ കുറച്ച് മീറ്ററുകൾ മാത്രമാണ് ഉള്ളത് ബെർത്തിങ് പൊസിഷനിലെത്താൻ. ഉടൻ തന്നെ ഷിപ്പ് മൂറിങ്ങിലേക്കും പോകുന്നതാണ്. വളരെ സാവധാനത്തും സൂക്ഷ്മതയോടുമാണ് ഓരോ കപ്പലുകളും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മരീൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പും വളരെ സാവധാനം തന്നെയാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. കാരണം 2 മാസത്തോളം ട്രയൽ റണ്ണാണ്. ട്രയൽ റണ്ണിന് ധാരാളം ഷിപ്പുകൾ വരും. അത് കാരണം വളരെ സാവധാനത്തിലാണ് ബെർത്തിലേക്ക് മൂറിങ്ങിലേക്ക് ഷിപ്പുകൾ പോവുക. ഇപ്പോൾ ബെർത്തിനോടെത്താൻ വളരെ കുറച്ച് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് മീറ്ററുകൾ. അതുകൊണ്ടാണ് നേരത്തെ വന്ന ആ ഒരു പുഷിൻ്റെ പ്രഷർ ടഗ് ബോട്ടുകൾ കുറച്ചിട്ടുള്ളത്. വളരെ സാവധാനം നമ്മുടെ ബെർത്തിലേക്ക് എത്തും. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനത്തിൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ധാരാളം ലോറികൾ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ. ബെർത്തിനോട് ചേർന്ന് വരുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇനി 1 മീറ്റർ പോലും ഡിസ്റ്റൻസ് കാണുമെന്ന് തോന്നുന്നില്ല. തൊട്ടടുത്ത് തന്നെയാണ് ബെർത്ത്. കാരണം STS ക്രെയിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനാൽ വളരെ സാവധാനത്തിലാണ് ബെർത്തിൻ പോർഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ രണ്ടാമത് ഷിപ്പും ബെർത്തിനടുത്തോട്ട് ചേർന്ന് വരുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. Thank you, friends.